നമസ്കാരം, വെൽക്കം ടു ടാരറ്റ് ആർക്കാന വിത്ത് ജാനകി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂൺ മാസം എങ്ങനെയാണ് എന്നുള്ളതാണ്. ജൂൺ മാസത്തിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. ഈ എനർജീസ് റെസണേറ്റ് ആകുന്നവർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടേക്കാം. നമുക്ക് കിട്ടിയ കാർഡുകൾ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ്. അത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല, മീൻസ് ഈ ഒരു ജൂൺ മാസത്തിൽ നടക്കുന്ന കാര്യമല്ല, നേരത്തെ ഉണ്ടായിട്ടുള്ള ഏതോ ഒരു ഇൻസിഡൻറ്റ്, അതിൻ്റെ ഇമോഷണൽ ബാഗേജ് നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മുന്നേ ഒരു ചതി കിട്ടിയതായിട്ട് ക്ലിയർ ആയിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഈ ചതിയുടെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസ്, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നു. ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ അത് ലെറ്റ് ഗോ ചെയ്തിട്ടില്ല എന്നാണ് ഇതിൽ കാണുന്നത്. ഈ ഒരു ചതി കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സ്റ്റക്കായിരുന്നു എന്ന് കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിലേക്ക് പിന്നീട് വന്ന പല കാര്യങ്ങളും, പല ബ്ലെസ്സിങ്സും നിങ്ങൾ കാണാതെ പോയതായിട്ടും കാണുന്നുണ്ട്. ഈ കാർഡുകളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ഐസൊലേഷൻ്റെ ഒരു പീരീഡിലൂടെ ആയിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും നിങ്ങളിപ്പോഴും സ്റ്റക്ക് തന്നെ ആയിരിക്കും, ഐസൊലേഷൻ പീരീഡിലൂടെ കടന്നു പോകുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ അതൊരു ഐസൊലേഷൻ മാത്രമല്ല, സ്റ്റക്നെസ് മാത്രമല്ല, കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ കൂടിയാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ലോസ് എന്തായാലും അതിനപ്പുറം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചിന്തിക്കാൻ ഡിവൈൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഐസൊലേഷനെ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന രീതിയിൽ എടുക്കാതെ നിങ്ങളതിനെ ഒരു സ്പിരിച്വൽ ജേണിയായിട്ട്, നിങ്ങൾക്ക് ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ കൂടുതൽ പ്രേയേഴ്സിലേക്കും മെഡിറ്റേഷനിലേക്കും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കൂടുതൽ ഒരു ക്ലോസ്നെസ് ഉണ്ടാവുകയും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് കൂടുതൽ കിട്ടാനും അതുവഴി സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഹെർമിറ്റ് മോഡിലാണ്. നിങ്ങൾക്ക് ഈ സമയം കൂടുതൽ സ്പിരിച്വൽ വർക്കിലേക്ക് തിരിയാൻ കഴിയും. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് സ്പിരിച്വൽ ജേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 കാർഡുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഓൾറെഡി കുറച്ച് പേര് സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പതിയെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരിക എന്നാണ് പറയുന്നത്. ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ഈ സങ്കടങ്ങൾ ഒക്കെ ലെറ്റ് ഗോ ചെയ്ത് വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ അബണ്ടൻസ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, ഫൈനാൻഷ്യൽ കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കവും പുതിയൊരു സ്റ്റെബിലിറ്റിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ആരോ നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട്. ഇതൊരു കരിയർ ഓഫറായിരിക്കാം, ഫൈനാൻഷ്യൽ ഓഫറായിരിക്കാം. അതുമല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ഓഫറായിട്ടാണ് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള കാർഡുകളെല്ലാം അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് തരുന്നത്. പിന്നീട് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് വാൻഡ്സ് ആണ്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു മാരേജിൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങളിലേക്ക് ഈ വരുന്ന ഓഫർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാരീഡ് റിലേഷൻഷിപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടൊരു 10 ഓഫ് പെൻഡക്കിൾസ്, നിങ്ങൾക്ക് ജനറേഷനായിട്ട് ജീവിക്കാൻ ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് തന്നെ ആകും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതൊരു പാസ്റ്റിൽ നിന്ന് വന്ന ആളായിട്ട് ആണ് വരുന്നത്. കാരണം അതിന് വ്യക്തമായിട്ടുള്ള കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു വ്യക്തി കടന്നു വരണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ, നിയർ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു വന്ന് ഈ കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്.
അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള പല ചതികളും അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അത് ചിലപ്പോൾ ഒരു മിസ്റ്ററി ആയിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ചില ആൾക്കാർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. പെട്ടെന്ന് നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയതായിരിക്കും. നിങ്ങളെ പിന്നിൽ നിന്ന് ചതിച്ചത് ആരാണെന്നോ എങ്ങനെയാണെന്നോ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലാരിറ്റി ഡിവൈനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഈ സമയം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ സ്പിരിച്വൽ നോളജ്, വിസ്ഡം നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നൊരു സമയമാണ്. ആ ഒരു സമയത്തെ നിങ്ങൾ അത്രയധികം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം മെഡിറ്റേഷനിലൂടെയും വളരെയധികം പ്രാർത്ഥനകളിലൂടെയും കടന്നു പോകണം എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് വരും. നിങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകും. ഒരുപാട് അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻസിനുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. ഈ ഫൈനാൻസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു കോൺഫിഡൻസ് ആണ്. നമ്മളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഹാപ്പിനെസ്സും പീസും ഒക്കെ നമ്മളിലേക്ക് ആ ഒരു സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും. നമ്മൾ ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആൾക്കാർക്ക് പോലും ഒരു പണം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഡിവൈൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മറന്ന് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ മോഡിലേക്ക് വരിക, ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് വരിക, സ്പിരിച്വൽ നോളജ് അറ്റൈൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു വിവാഹം, നല്ലൊരു കമ്മിറ്റ്മെൻറ്റ്, നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആകുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല ചില ആൾക്കാർ ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. ഒരു നല്ല വിവാഹത്തിന് വേണ്ടിയിട്ടും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങളിലെ കുറേ പേരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ ആ പാസ്റ്റ് ലൈഫ് തന്നെയാണ്. അവരുടെ പാസ്റ്റ് ലൈഫിൽ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു സോറോ, ആ ഒരു വിഷമം അവരിപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തതെന്നാണ് ഡിവൈൻ പറയുന്നത്. ഇത് നമുക്ക് ഈ മാസത്തിലൊരു നല്ലൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കാം. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ റെസണേറ്റ് ആകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു മന്ത് അവർക്കൊരു ലോങ് ടൈം സക്സസ് ആണ്. ഈ ഒരു മന്തിൽ മാത്രമായിട്ട് ഇത് ഒതുങ്ങുന്നില്ല. നമുക്കറിയാം ഒരു മാരേജ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് മാത്രമുള്ള കാര്യമല്ല, ലൈഫ് ലോങ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ തന്നെ അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ പറയുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.